കഴിഞ്ഞ ദിവസം ടാരോ കാർഡുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ടാരോ കാർഡോ ഇറ്റ് ഈസ് എ വേർത്ത്ലെസ് നോൺസെൻസ് എന്ന്. അതായത് വിലയില്ലാത്ത അസംബന്ധമാണ് ടാരോ കാർഡുകൾ എന്ന്. ഞാൻ തർക്കിക്കാൻ നിന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു കുറെ. എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് എന്തോ നെഗറ്റീവായിട്ടുള്ള അനുഭവം ടാരോ കാർഡുമായിട്ട് വന്നിട്ടുണ്ട്. അനുഭവം ഗുരു എന്നാണല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാരോ കാർഡ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സ്വയം ശാക്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സാധാരണയായി മൂന്നരം ആളുകളാണുള്ളത്. ഒന്ന്, ടാരോ കാർഡുകളെ അവഗണിക്കുന്നവർ. 99% ഓഫ് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. പിന്നെയുള്ള 1% ആളുകളിൽ കടുത്ത വിമർശനമുള്ള ആളുകളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്തിനെ മാതിരി. പിന്നെ വളരെ ചെറിയ വിഭാഗം ആളുകളാണ് താങ്കളെ പോലെയുള്ളത്. അവർ ടാരോ കാർഡിനെ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ടാരോ കാർഡ് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ശാക്തീകരിക്കാം എന്നുള്ള 5 വഴികളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ പേര് പ്രദീപ്. ഐ എം എ സ്പിരിച്വൽ കോച്ച് ആൻഡ് ഐ ടീച്ച് ടാരോ കാർഡ്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കാം. എൻ്റെ 5 ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. വൈകുന്നേരം 7:30 മുതൽ 8:30 അല്ലെങ്കിൽ 9 മണി വരെ, ചൊവ്വ മുതൽ ശനി വരെ. ഡിസ്ക്രിപ്ഷൻസിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം. Before I start, I want to thank you for being here with me and learning from me. Let's start the class. കടലിലൂടെ ശാക്തീകരണത്തിന് 5 വഴികളാണുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തേത് സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ്, അതായത് സ്വയം പ്രതിഫലനം. ഇതിൽ നമ്മൾ ആദ്യമായി ചോദിക്കേണ്ടത് എന്താണ് നമ്മുടെ ഭയങ്ങൾ എന്നുള്ളതാണ്. വാട്ട് ആർ അവർ ഫിയേഴ്സ്? കാരണം നമ്മുടെ കഴിവിനേക്കാളിലും കൂടുതൽ നമുക്ക് നമ്മുടെ കഴിവില്ലായ്മയെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ബോധ്യമായിട്ടുള്ളത്. ഇവിടെയാണ് നമുക്കൊരു എക്സ്റ്റേണൽ സിസ്റ്റം വരുന്നത്. അപ്പോഴും നമ്മൾ 100% വിശ്വസിക്കേണ്ട കാര്യമില്ല, 50% പോലും വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ നോക്കുക, നമ്മൾ പല സിസ്റ്റംസിലും വർക്ക്ഔട്ട് ചെയ്യുമല്ലോ. അതേപോലെ നിങ്ങൾ എവിടെയെങ്കിലും ബ്ലോക്കായി നിൽക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 10-30 വയസ്സായി, നിങ്ങൾ പല ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്നു, ഒന്നുകിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ പൂർണ്ണമായിട്ട് തൃപ്തയല്ല, അല്ലെങ്കിൽ തൃപ്തനല്ല, നിങ്ങളത് വിട്ടു വരുന്നു. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകളുമായിട്ടുള്ള ഒരു കറക്റ്റ് മാച്ചിങ് ഉള്ള ജോലി അല്ല നിങ്ങൾ എടുക്കുന്നതെന്നായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിന്റെ ഡ്രീമിന് വേണ്ടിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ചെയ്യുന്നതോ എന്താണോ എന്നറിയില്ല. നിങ്ങൾ സ്വയം ഇരുന്ന് ആലോചിച്ച് നോക്കണം. എന്താണ് എനിക്ക് വർക്കാവാത്തത്, എന്താണ് എനിക്ക് വർക്കാവുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ ഈ കാർഡ് റീഡിങ്സ് നമ്മൾ എസ്പെഷ്യലി സ്വയം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മൾട്ടിപ്പിൾ റീഡിങ്സിലൂടെ ഒരു പക്ഷേ ഒരു 6 മാസം 1 വർഷമൊക്കെ സമയം എടുക്കും കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഒരു റിഫ്ലക്ഷൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ടാമത്തേതെന്ന് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോഡി ഷെയ്മിങ് ആണ്. അതായത് ഇത്തിരി എന്താ പറയുക, ബൾക്കി ബോഡി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ആ ശരീരത്തെ കളിയാക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ബാംഗ്ലൂർ പോയി അവിടെ വർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ഭക്ഷണ രീതി സ്പെഷ്യലി നൈറ്റ് വർക്ക് വന്നപ്പോൾ വീണ്ടും തടി വെച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അവസാനം അദ്ദേഹം എന്താ പറയുക, നമ്മളൊരു സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയും. പിന്നെ ആണ് അദ്ദേഹം ഒരു ഡോക്ടറെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഹോർമോണൽ പ്രശ്നമായിരുന്നു. ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ അദ്ദേഹത്തിന് 1 വർഷത്തിന് ബോഡി ഇത് പറഞ്ഞു. പക്ഷേ ആ ഒരു 10-15 വർഷം ഇദ്ദേഹം ഒരിക്കലും എന്താ പറയുക ഒരു ഡോക്ടറെ കാണാനോ അതിന് തയ്യാറായില്ല. അപ്പോൾ പിന്നീട് 40കളിലാണ് ഇദ്ദേഹത്തിന് ഇതൊരു ബോധം വന്ന് ട്രീറ്റ്മെന്റ് നടത്തി ആ ശരീരം പഴയ പോലെ കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം അദ്ദേഹം സ്വയം ആക്സെപ്റ്റ് ചെയ്തു, പക്ഷെ അതിന് ഒരുപാട് കാലമെടുത്തു. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ടാരോ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചില കാർഡുകൾ കിട്ടുമ്പോൾ നമുക്കത് ഇൻറ്റ്യൂഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തേതെന്ന് പറയുന്നത് ലിമിറ്റിംഗ് ബിലീഫാണ്. ഇത് ഏറ്റവും കോമൺ പ്രോബ്ലമാണ് നമ്മുടെ ഇടയിൽ. അതായത് നമുക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ട്. അത് ചെയ്താൽ ഞാൻ പരാജയപ്പെടുമോ, അത് ചെയ്താൽ ഞാൻ തെറ്റുമോ. ഉദാഹരണത്തിന് എൻ്റെ ഒരു വേറെ സുഹൃത്തുണ്ട്. അവർ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഷീ ഡസ് എ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ ഇത് ചെയ്തപ്പോൾ അവർക്ക് ആളുകൾ വാങ്ങുമോ എന്നുള്ള ഭയമായിരുന്നു, പേടിയായിരുന്നു. അപ്പോൾ വാട്ട് ഹാപ്പൻ വാസ്, അവർ ടാരോ കാർഡ് റീഡിങ് വന്നപ്പോൾ അവൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടുന്ന സ്ട്രെങ്ത് എന്ന് പറഞ്ഞ കാർഡായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ട്രസ്റ്റ് ഇൻ യുവർ എബിലിറ്റീസ്. താങ്കൾക്ക് നല്ല എന്താ പറയുക ആന്തരികമായിട്ടുള്ള ശക്തിയുണ്ട്. ഫെയിലിയർ വന്നാലും താങ്കൾ വിജയിച്ച് മുന്നോട്ട് പോകുമെന്ന്. അങ്ങനെ അവരത് തുടങ്ങി. ആദ്യമൊന്നും അവർക്ക് വലിയ ഇതുണ്ടായില്ല, നെഗറ്റീവ് ഇത് വന്നു കുറച്ച്. പക്ഷെ അവർ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു, ഫീഡ്ബാക്ക് എടുത്തു. അങ്ങനെ അവരും ഇപ്പോൾ കുറച്ച് പ്രോസ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തത് നമുക്ക് ശാക്തീകരണത്തിന് വേണമെങ്കിൽ നമുക്ക് ഇൻറ്റൻഷൻസ്, അതായത് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക വെയിറ്റ് ലോസ് എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മളെന്താണ് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഒരു ലോങ് ടേം ഗോൾ
എന്നിട്ട് നമ്മളത് 6 മാസം അല്ലെങ്കിൽ 3 മാസം അങ്ങനെ ചെറുതായിട്ട് വരുന്നു. പിന്നെ ഡെയിലി നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഏത് ഗോളിന് വേണ്ടി ശ്രമിക്കുന്ന ആളാണെങ്കിലും ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിൽ അദ്ദേഹം എങ്ങനെയാണ് ദിവസവും ചെറിയ ചെറിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ബുക്ക് വായിക്കണമെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച ബുക്ക് വെറുതെ എടുത്താൽ മതി, വായിക്കാനൊന്നും നോക്കണ്ട, ബുക്കുമായിട്ട് ഫീൽ ചെയ്യുക. പിന്നത്തെ ആഴ്ച ഓരോരോ വരി വായിക്കുക. അതായത് ചെറുതായിട്ട് ഹാബിറ്റ് ബിൽഡ് ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു റീഡർ ആയി തീരും. അങ്ങനെയാണ് നമ്മൾ ഐഡന്റിറ്റി മാറ്റുന്നത്. നമ്മൾ മറിച്ച് എന്ത് ചെയ്യും, നമ്മൾ ജിമ്മിൽ പോയി 2-3 ആഴ്ച വർക്ക്ഔട്ട് ചെയ്യും, ടയർഡാവും, നിർത്തും. എന്ത് കാര്യവും അങ്ങനെയാണ്. അപ്പോൾ ഇന്റൻഷൻസ് എന്ന് പറയുന്ന ഡെയിലി ചെറിയ ചെറിയ ഹാബിറ്റുകളിലൂടെ ഇതിലേക്ക് എത്തുക എന്നുള്ളത്. പിന്നെ അവസാനം എന്ന് പറയുന്നത് സെൽഫ് കമ്പാഷൻ ആണ്. അതായത് നമ്മൾ നമ്മളോട് തന്നെ എന്താ പറയുക, നമ്മൾ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ഇഫ് യു ഡോണ്ട് റെസ്പെക്ട് യുവർ സെൽഫ് നോ വൺ എൽസ് വിൽ ഡു എന്ന്. അതായത് നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ മറ്റാരും നമ്മളെ ബഹുമാനിക്കില്ല. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റാരും നമ്മൾ സ്നേഹിക്കില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ശരീരത്തിൽ നമ്മൾ പൂർണ്ണമായും സന്തോഷവാനാവുക, അല്ലെങ്കിൽ സന്തോഷമായിട്ട് വാട്ട് യു ഹാവ് ടു ഡു ഈസ് ലവ് യുവർ സെൽഫ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അതായത് യു പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ടെൽ യുവർ സെൽഫ് ദാറ്റ് ഐ ലവ് യു, ഐ ലവ് യു. അത് നമ്മൾ സ്വയം പറഞ്ഞാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാമെങ്കിൽ ടാരോ കാർഡ് നിങ്ങൾക്ക് ഒരു ശാക്തീകരണത്തിലുള്ള ടൂളാവും. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, നിങ്ങൾ ഏകനാണ് എങ്കിൽ ഈ ടാരോ കാർഡുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ തികച്ചും വിമർശനാത്മകമായ ഒരു സമീപനത്തോടു കൂടി മാത്രമേ ഇതിനെ നേരിടാൻ പാടുള്ളൂ. ശ്രമിച്ചു നോക്കൂ, വർക്കാവെങ്കിൽ വർക്കാവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഉദാഹരണത്തിന് ഞാൻ ജിമ്മിൽ പോയി, എനിക്ക് ഹെറന്യ കംപ്ലൈൻ്റ് ആണ് വന്നത്, എനിക്ക് സർജറി ചെയ്യേണ്ടി വന്നു. അതിനർത്ഥം ജിമ്മ് മോശമാണെന്നല്ല, എനിക്ക് വർക്കായില്ല, അത്രയ്ക്കേ ഉള്ളൂ. ഞാൻ ഒരു കുറ്റം പറയുന്നില്ല. എൻ്റെ ട്രെയിനർ നല്ല ട്രെയിനറായിരുന്നു. അദ്ദേഹം എന്നെ നല്ലൊരു ശരീരം ആക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് ഞാനത് വെറുക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ ബ്ലോക്ക് ആണ് നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഒരു വഴിയുമില്ല, ആരോടും സംസാരിക്കാനില്ല, നിങ്ങൾ ഏകയെ തീരുമാനിക്കണമെങ്കിൽ വൈ ഡോണ്ട് യു ചൂസ് ടാരോ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോഴും അന്ധമായി വിശ്വസിക്കരുത്. ഒരു വിമർശനാത്മകമായി കണ്ണ് തുറന്നു പിടിച്ച് 5 വഴിയിലൂടെ, അതായത് സ്വയം പ്രതിഫലനം, പോസിറ്റീവ് അഫർമേഷൻസ്, overcoming limiting beliefs, set proper goals and intentions, and finally love yourself. I wish you all the best. Once again, tarot പഠിക്കണമെങ്കിൽ click in the link below, join my class, and I am eagerly waiting for you. See you. Thank you very much. So welcome to day 1 of basic tarot card reading course. നിങ്ങൾ ആഗ്രഹിച്ച് ആ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട് എന്നറിയാൻ ആഗ്രഹം ഉണ്ടാവും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ദിവസം നമ്മൾ ചില പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കുക. ഇന്ന് നമ്മൾ ടാരോ കാർഡ് എടുക്കുകയോ പഠിക്കുകയോ ചെയ്യില്ല. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം വരെ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ടാരോ കാർഡ് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മൂഡ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം വായിക്കാൻ പോവാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് കാർഡ് ഐ ഡ്രോ ഫ്രം ദിസ് ഈസ് ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ, മൂഡെന്ന് പറയുന്നത്. ദെൻ ദിസ് ഈസ് വാട്ട് I have to keep in mind while teaching you. This will be the end result of the course. Okay dears, let's see. ഇപ്പോൾ നിങ്ങളുടെ മൂഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഈ ലവേഴ്സ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബിബ്ലിക്കൽ മിത്തോളജിയാണ്. ഇതിൽ നിങ്ങൾക്കറിയാം ആഡം ആൻഡ് ഈവ് നിൽക്കുന്നുണ്ട്, ഒരു ഏഞ്ചൽ റാഫേൽ പുറകിലുണ്ട്, ഇവരുടെ പുറകിൽ എന്താ പറയുക ട്രീ ഓഫ് നമ്മുടെ നോളജ് നിൽക്കുന്നു. കിരീടത്തിൽ 12 സ്റ്റാർസ് ഉണ്ട്. ഇതിലെ 12 സ്റ്റാർസ് എന്ന് പറയുന്നത് നമ്മുടെ 12 സ്റ്റാർ സൈൻസ് ആണ്. അതായത് ഏരിസ് മുതൽ പിസ്കസ് വരെയുള്ള 12 സ്റ്റാർ സൈൻസ് ആണ് ഇവരുടെ തലയിലുള്ള 12 സ്റ്റാർസ്. ശരിക്കും ഈ കാർഡ് എന്ന് പറയുന്നത് കാപ്രിക്കോണിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന കാർഡാണ്. കാപ്രിക്കോൺ നിങ്ങൾക്കറിയാലോ. കാപ്രിക്കോണിന്റെ സ്റ്റാർ സൈനിലെ ആനിമൽ എന്ന് പറയുന്നത് ആടാണ്. മനസ്സിലായില്ലേ? മെയിൽ ഗോട്ട്. നിങ്ങൾ പ്രൈമറി കുറച്ച് പണം ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ പിന്നെ അവിടെ എനിക്കപ്പോ എന്താ പറയാ, ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പം അവിടെ MD-യുടെ സിസ്റ്റർ ഒരാൾ വന്നു. അപ്പൊ എന്നെ എങ്ങനെയും ഇത്തിരി ഒന്ന് പുറത്താക്കാൻ അങ്ങനെ കുറച്ചൊരു കോൺഫിഡൻസ്. അപ്പൊ എനിക്കങ്ങനെ എന്താ പറയാ വഴക്കുണ്ടാക്കി നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. കാര്യങ്ങളും സാറാക്കിലൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് എല്ലാം കണ്ടു. അങ്ങനെയാണ് ഒരു കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് സാറ് ഞാനിങ്ങനെ ക്ലാസ് തുടങ്ങുകയാണ്, ലിങ്ക്